ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കർക്കിടകം 1 മുതൽ 12 നക്ഷത്ര ജാതകർക്ക് ശുക്രൻ അടിക്കുന്നു. അതായത് നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളുമെല്ലാം വിട്ടൊഴിയുവാൻ പോകുന്നു. കർക്കിടക മാസം എന്ന് പറയുന്നത് പെയ്തൊഴിയാത്ത മഴയുടെ കാലം മാത്രമല്ല, വിശ്വാസപരമായി വിശുദ്ധമായ ഒരു മാസം കൂടിയാണ്. ഹൈന്ദവർക്ക് രാമായണ മാസം എന്നത് കൂടിയാണ് ഈ കർക്കിടക മാസം. രാമായണ ശീലുകൾ രാപ്പകൽ അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന പുണ്യമാസം. നാലമ്പല ദർശനം അടക്കമുള്ള കാര്യങ്ങൾക്കായുള്ള മാസമാണ് ഈ കർക്കിടക മാസം. ചില പ്രത്യേക നക്ഷത്ര ജാതകർക്ക് വളരെയധികം സൗഭാഗ്യം ഫലമായി പറയുന്നു. ഇനി ഏതെല്ലാം നക്ഷത്ര ജാതകരാണ് രക്ഷപ്പെടുവാൻ പോകുന്നത് എന്നറിയാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രം മകയിരമാണ്. ഇവർക്ക് കൂടുതൽ നല്ല സൗഭാഗ്യങ്ങളാണ് ഇനി വന്നു ചേരുവാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടും ദുരിതങ്ങളും രോഗാവസ്ഥകളുമെല്ലാം മാറുന്നതാണ്. നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറിക്കിട്ടും. സ്ഥിര വരുമാന ജോലി ലഭിക്കുന്നതാണ്. ജോലിയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഭവന ധനയോഗവും സൗഭാഗ്യവും സമ്മാനിക്കും. ഈയൊരു വർഷക്കാലം നല്ല ഫലമാണ് വന്നു ചേരുക. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. സർവ ഐശ്വര്യവും സൗഭാഗ്യവും നിങ്ങളെ തേടി വരും. ജോലി ഭാഗ്യം ലഭിക്കുന്നതാണ്. ഇവരുള്ള സ്ഥലത്ത് സമ്പൂർണ്ണ രാജയോഗത്തിൻ്റെ ഫലം ലഭിക്കുന്നതാണ്. രോഗസംബന്ധമായ കഷ്ടപ്പാടുകൾ എല്ലാം മാറിക്കിട്ടും. ഈ വർഷം തീരുന്നതിന് മുൻപായി കടങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. കടബാധ്യതകളും നീങ്ങും. പുതിയ വസ്തു വാങ്ങുവാനും നിലവിലുള്ള വാഹനം മാറ്റി വാങ്ങുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ഉയർച്ച ഫലമായി പറയുന്നു. വിവാഹ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമുണ്ടാകും. ഉത്തമമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്ത ആളുകളായിരുന്നു നിങ്ങളെങ്കിൽ സന്താന സൗഭാഗ്യം ലഭിക്കുന്നതാണ്. തൊഴിൽ ഇല്ലാത്ത ആളുകൾക്ക് മികച്ച തൊഴിൽ ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മികച്ച ശമ്പളമുള്ള ജോലി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ മേഖലയിലും നിങ്ങൾക്ക് തൊഴിലിനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കെല്ലാ രീതിയിലും അനുകൂലമായ ഫലം ലഭിക്കുന്ന കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. ധനപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളുമായി ഒത്തുചേരലുകൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി സാമ്പത്തിക മുന്നേറ്റമുണ്ടാകും. കടബാധ്യതകളെല്ലാം മാറി ലാഭമുണ്ടാക്കുന്ന കാലമാണ്. വിവാഹാലോചനകളിൽ അന്തിമമായ തീരുമാനമുണ്ടാകും. തൊഴിൽ ലഭിക്കുന്നതാണ്. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും വളരെയധികം ധന നേട്ടമുണ്ടാകും. ടെസ്റ്റുകൾ എഴുതിയ ആളുകൾക്ക് നിങ്ങളുടെ ഇഷ്ട ജോലി ലഭിക്കുന്നതാണ്. ദാമ്പത്തിക ജീവിത സൗഖ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. മാതൃജനങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ രോഗപീഠകളും മാറിക്കിട്ടും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഏത് കാര്യത്തിനിറങ്ങിയാലും ഭാഗ്യവും ഫലപ്രാപ്തിയും നേടുവാൻ സാധിക്കും. സന്തോഷവും വിജയവും നേടുന്ന കാലമാണ്. ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും വളരെയധികം ഗുണമുണ്ടാകുന്ന കാലം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. അതായത് തൊട്ടതെല്ലാം പൊന്നാകും എന്ന രീതിയിലുള്ള കാലമാണ്. പാതി വഴിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച എല്ലാവിധ കാര്യങ്ങളും വീണ്ടും ആരംഭിക്കുവാൻ സാധിക്കും.
തൊഴിൽപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാക്കുന്ന കാലമാണ്. ഭാഗ്യസിദ്ധി നേടുവാൻ സാധിക്കും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. യാതനകളുടെയും വേദനകളുടെയും എല്ലാ രീതിയിലുമുള്ള കഷ്ടപ്പാടുകളുടെയും മോചനം ലഭിക്കുന്ന കാലമാണ് ഈ കർക്കിടക മാസം. ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അപ്രീതിയും അകൽച്ചയും എല്ലാം മാറിക്കിട്ടുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തൊഴിൽ പ്രശ്നങ്ങൾക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന മാന്ദ്യങ്ങൾക്കും എല്ലാം പരിഹാരം വന്നു ചേരും. സഹോദരങ്ങളാൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നാകുവാൻ സാധിക്കും. എല്ലാ രീതിയിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി വാങ്ങുകയോ അതുമല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുവാനോ സാധിക്കുന്നതാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുവാനുള്ള യോഗമുണ്ടാകും. ഇഷ്ടസ്ഥാനലബ്ധി, വിദേശവാസയോഗം എന്നിവ ഫലമായി പറയാവുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ചിട്ടി ഭാഗ്യമുണ്ടാകും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. കടബാധ്യതകളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ കിട്ടുന്നതാണ്. സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിക്കും. അതായത് വളരെയധികം ആഹ്ലാദിക്കുവാനുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അരിഷ്ടതകളെല്ലാം മാറി തൊഴിലിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകളിലും വലിയ വിജയം നേടുവാൻ സാധിക്കും. ഉപരിപഠന സാധ്യത വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ധനപരമായി ലോട്ടറി, ചിട്ടി, അപ്രതീക്ഷിത ധനനേട്ടം ഇവയെല്ലാം വന്നു ചേരും. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. ഇവർ ഇറങ്ങിത്തിരിക്കുന്ന മേഖലകളിൽ വിജയക്കൊടി പാറിക്കുവാൻ സാധിക്കും. തൊഴിലിൽ നിങ്ങൾക്ക് അനുകൂലമായ ഉയർച്ചയാണ് ഉണ്ടാകുക. ഒട്ടേറെ തൊഴിലവസരങ്ങൾ വന്നു ചേരും. ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം മാറി കടബാധകളെല്ലാം തീർന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ സഹോദര തുല്യരായവരുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനമുണ്ടാകുന്നതാണ്. സന്താന ലബ്ധി, ബിസിനസ്സിൽ ലാഭം എന്നിവ കൈവരിക്കും. രോഗപീഠകളിൽ നിന്നും വളരെയധികം ശമനമുണ്ടാകുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് തൊഴിൽപരമായി വലിയ നേട്ടമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. സർക്കാർ മേഖലയിൽ തൊഴിൽ സാധ്യത വളരെയധികം കൂടുതലാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം, ഇൻഷുറൻസ്, ചിട്ടി, ലോട്ടറി എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് ധനലാഭം ഫലമായി പറയാവുന്നതാണ്. വിദേശത്ത് പഠനം നടത്തുവാൻ സാധിക്കും. സന്താന ലാഭം ഫലമായി പറയാം. വീട് സ്വന്തമാക്കുവാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങളെ ഇതുവരെ തള്ളിപ്പറഞ്ഞവർക്ക് അത് തിരുത്തി പറയേണ്ട സമയം വന്നു. നിങ്ങൾക്ക് വലിയൊരു സൂര്യോദയമാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ഉച്ചിയിൽ ശുക്രൻ ഉദിച്ചു എന്ന് തന്നെ പറയാവുന്ന കാലം. ധനപരമായി വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കടബാധ്യതകളെല്ലാം മാറ്റുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഇഷ്ട ഉപരിപഠനം നടത്തുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഉദിച്ചുയർന്ന നക്ഷത്രമാണ്. അതായത് എല്ലാവിധ കഷ്ടപ്പാടും കടബാധകളും നിങ്ങളുടെ ഉടൻ മാറിക്കിട്ടും. നിങ്ങൾക്ക് സൗഭാഗ്യപരമായ വളരെയധികം നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. തൊഴിൽ മേഖലയിലും നേട്ടമുണ്ടാകും.
ദീർഘകാലമായി ആഗ്രഹിക്കുന്ന സ്വപ്നം നടന്നു കിട്ടുന്നതാണ്. സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ കാലമാണ്. ജീവിതത്തിൽ ഈശ്വര സ്വാധീനം ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു. നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകും. ഏത് കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും നിങ്ങൾക്ക് നേട്ടം മാത്രമായിരിക്കും ഇനി വന്നു ചേരുക. ധനസൗഭാഗ്യം വരുന്ന ദിവസങ്ങളാണ് നിങ്ങളെ ഇനി തേടിയെത്തുവാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ വളരെയധികം ഉയർച്ചയുണ്ടാകും. കൂടെ ഉള്ളവരും ഇനി രക്ഷപ്പെടുവാൻ പോകുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നതിനി ഭാഗ്യ ദിനങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ സങ്കടത്തിൻ്റെ ദിവസങ്ങളും മാറിക്കിട്ടുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.